Good morning to all. Today we started our next chapter from the module number 4, that is cash flow statement. In the previous class we discussed or learned about fund flow statement. Today we learn about cash flow statement. The cash is the critical asset. Cash is the critical asset. It plays an important role in the economic life of business. It is the lifeline of the organization. നിങ്ങൾക്കറിയാം ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റാണ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ബിസിനസ്സിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ക്യാഷ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു ഓർഗനൈസേഷൻ്റെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷാണ്. വിത്തൗട്ട് ക്യാഷ് ദ ഓർഗനൈസേഷൻ കനോട്ട് ബി മൂവ് ഓൺ. നമുക്ക് ഓർഗനൈസേഷൻ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ക്യാഷ് എന്ന് നമ്മൾ പറയുമ്പോൾ. നമ്മൾ പറഞ്ഞു ഒരു ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡ് എങ്ങനെയാണോ അതേപോലെയാണ് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ക്യാഷ് എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾക്കറിയാം ഒരു ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡ് ഇല്ലാത്ത അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു പ്രോപ്പർ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാഷിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ കനോട്ട് ബി മൂവ് ഓൺ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും എസെൻഷ്യലായിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് വേവിൽ ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ട ഒരു കാര്യമാണ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ക്യാഷ്. ഒരു ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്. ഇൻ എവറി ബിസിനസ് ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ ദ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ക്യാഷ്. ഒരു ഓർഗനൈസേഷനിൽ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷിനെ കുറിച്ചുള്ളൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് വി മൂവ് ഓൺ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ചാപ്റ്റർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വി മൂവ് ഓൺ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. The cash flow statement is showing the changes in the cash position from one period to another. The cash flow statement shows the changes in cash position between one period to another. The cash flow statement explains the reason for increasing or decreasing the amount of cash between two balance sheet dates. The cash flow statement explains the reason for increase or decrease the amount of cash between two balance sheet dates. ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഷോ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ക്യാഷ് പൊസിഷനിൽ വരുന്ന ചേഞ്ചസ് ആണ് ബിറ്റ്വീൻ വൺ ടൈം പീരീഡ് ടു അനദർ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ക്യാഷ് പൊസിഷനിൽ വരുന്ന ചേഞ്ചസ് ആണ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ വരുന്ന ചേഞ്ചസ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ബിറ്റ്വീൻ ക്യാഷ്. നമ്മുടെ രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ് ആണ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചപ്പോഴെന്താണ്, രണ്ട് കോളം ഉണ്ടായിരുന്നു, എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ എമൗണ്ട് ഓഫ് ഡിക്രീസ്. അതേപോലെ തന്നെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലും രണ്ട് കോളംസും ഉണ്ടായിരിക്കും. എന്താണ്, എന്തുകൊണ്ടാണ് എമൗണ്ട് ഇൻക്രീസ് ആയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എമൗണ്ട് ഡിക്രീസ് ആയത്, അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ഉള്ളത് ഷോ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഷോ ദ ചേഞ്ചസ് ഇൻ ദ ക്യാഷ് പൊസിഷൻ ഫ്രം ദ വൺ പീരീഡ് ടു അനദർ. ഒരു പീരീഡിൽ നിന്ന് വേറൊരു പീരീഡിലേക്ക് വരുമ്പോൾ ക്യാഷ് പൊസിഷനിലുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൻലി ഷോ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ഇൻക്രീസ് വന്നത്, അതായത് ചേഞ്ചസ് മീൻസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഇൻക്രീസ് ആണോ അല്ലെങ്കിൽ ഡിക്രീസ് ആണോ, എന്തുകൊണ്ടാണ് അത് വന്നത്, അതിൻ്റെ റീസൺ കൂടിയാണ് നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. The financial statement that summarize the cash receipt and payment and net changes resulting from the operating, financing and investing activities of the enterprise during the period given. That means എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സമ്മറൈസ് ദ ക്യാഷ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യുന്നത്, ക്യാഷ് റിസീപ്റ്റ്സും അതേപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ്സും ആണ് ഇതിൻ്റെ അകത്ത് മെയിൻലി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ക്യാഷ് റിസീപ്റ്റിലും ക്യാഷ് പേയ്മെൻറ്റിലും വരുമ്പോഴുള്ള ചേഞ്ചസ് എങ്ങനെ നമ്മുടെ ഓപ്പറേറ്റിംഗ്, ഫിനാൻഷ്യൽ ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാമാണ് നമ്മൾ മെയിൻലി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ലുക്കപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 റിവൈസ് AS 3 റിവൈസ്ഡ് പ്രകാരം
All manufacturing and financing companies which are listed in SE or all commercial or industrial and business enterprises whose sales are more than 50 crores per year must prepare and publish CFS by indirect method. That means എല്ലാ മാനുഫാക്ചറിങ് ആൻഡ് ഫിനാൻഷ്യൽ കമ്പനീസും, അതായത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസും മസ്റ്റായിട്ട് CFS പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അത് പബ്ലിഷ് ചെയ്തിരിക്കണം. ഏത് കേസസിലാണ്? സെയിൽസ് മോർ ദാൻ 50 ക്രോസ് പെർ ഇയർ, അതായത് ഒരു വർഷം 50 കോടി രൂപേനേക്കാളും മേലെ സെയിൽസ് ഉള്ള എൻ്റർപ്രൈസസ് ആണെന്നുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് പറയുന്നത് AS3, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം ഓൾ മാനുഫാക്ചറിങ് ആൻഡ് ഫിനാൻസ് കമ്പനീസ് വിച്ച് ആർ ലിസ്റ്റഡ് ഇൻ എ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ഓർ ഓൾ കൊമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ ഓർ ബിസിനസ് എൻ്റർപ്രൈസസ് whose sales are more than 15 crores per year must prepare and publish the CFS by indirect method. അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. Next we discussed about the objectives of cash flow statement or cash flow analysis. The main objective of the cash flow statement is to provide the information about the firm's cash inflow and outflow during the period. The main objective of cash flow statement എന്താണ്? To provide the information about firm's cash inflow and outflow of during the period. ഒരു വർഷത്തെ ക്യാഷ് ഇൻഫ്ലോയും അതേപോലെ തന്നെ ഔട്ട്ഫ്ലോയിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. സബ്സിഡറി ഒബ്ജക്റ്റീവായിട്ട് വരുന്നതാണ് ദ ഫസ്റ്റ് വൺ ഈസ് ടു ഐഡൻറ്റിഫൈ ദ റീസൺ ഫോർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ക്യാഷ് ബാലൻസ് ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. നമ്മൾ മീനിങ്ങിൽ പറഞ്ഞിരുന്നു, ആ മീനിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ഒബ്ജക്റ്റീവിൽ പറയുന്നത്. ടു ഐഡൻറ്റിഫൈ ദ റീസൺ ഫോർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ക്യാഷ് ബാലൻസസ്. ക്യാഷ് ബാലൻസ് അതായത് ഡിഫറെൻറ്റ് ബാലൻസ് ഷീറ്റ് ഡേറ്റിലുള്ള ക്യാഷ് ബാലൻസസിൽ വരുന്ന ഇൻക്രീസ് ഓർ ഡിക്രീസസ് ഐഡൻറ്റിഫൈ ചെയ്യും, അതിൻ്റെ റീസൺ കണ്ടുപിടിക്കുകയാണ് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്. ടു ഐഡൻറ്റിഫൈ ദ റീസൺ ഫോർ ഇൻക്രീസ് ഓർ ഡിക്രീസിങ് ദ ക്യാഷ് ബാലൻസസ് ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. ദ സെക്കൻഡ് വൺ ഈസ് ടു അസസ്, monitor and control the liquid resources available in the enterprises. നമുക്ക് ലിക്വിഡ് റിസോഴ്സസ്, ദാറ്റ് മീൻസ് ലിക്വിഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈസിലി നമുക്ക് ക്യാഷുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന റിസോഴ്സസ്. ഇപ്പോൾ ഡെപ്റ്റേഴ്സ്, ബിൽസ് പേയബിൾ, അതൊക്കെ നമുക്ക് എന്താണ് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? കറണ്ട് അസറ്റ്സ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് അത് നമുക്ക് ഈസിലി ക്യാഷുമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് പറയുന്നത്. അങ്ങനത്തെ റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ടു അസസ്, മോണിറ്റർ ആൻഡ് കൺട്രോൾ ദ ലിക്വിഡ് റിസോഴ്സസ് അവൈലബിൾ ഇൻ ദ എൻ്റർപ്രൈസസ്. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ലിക്വിഡ് റിസോഴ്സസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്, എത്രത്തോളം അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാം. ദ തേർഡ് പോയിന്റ് ഈസ് ടു പ്രിവെൻറ്റ് ദ ഹോൾഡിംഗ് ഓഫ് എക്സസീവ് ഓർ ഇൻആഡിക്വേറ്റ് ക്യാഷ് റിസോഴ്സസ്. നമ്മുടെ ഇൻആഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാഷ് എക്സസീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻആഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാഷ് റിസോഴ്സസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാം. ദ നെക്സ്റ്റ് ഈസ് ടു ഹെൽപ്പ് ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. നമ്മൾക്ക് നല്ലൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ അനാലിസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബഡ്ജറ്റിംഗ് മീൻസ് എന്താണ്? നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു നല്ലൊരു ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The next is to maintain the optimum level of cash resources. നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഒപ്റ്റിമം ലെവൽ നമ്മുടെ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾക്ക് ഒരു വർഷത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റു വർഷത്തിൽ എത്രത്തോളം ഡീവിയേഷൻ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് ഒരു ഒപ്റ്റിമം ലെവലിൽ നമ്മളെപ്പോഴും ക്യാഷ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കും. സോ അതാണ് പറയുന്നത് ടു മെയിൻറ്റെയിൻ ദ ഒപ്റ്റിമം ലെവൽ ഓഫ് ക്യാഷ് റിസോഴ്സസ്. ദിസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. So next we move on the difference between cash flow statement and fund flow statement. The cash flow statement and cash flow statementൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അതേക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും.
ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു ചാപ്റ്റർ മുഴുവൻ നമ്മൾ പഠിച്ചു എഴുതണം. അതിൻ്റെ അത് നമുക്ക് എന്താണ് ഫണ്ട് ഫ്ലോ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതേപോലെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഇനി നമ്മൾ ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഉള്ളത്. ഫസ്റ്റ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്യാഷ്. ഇൻ കേസ് ഓഫ് ഫണ്ട് ഫ്ലോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു ഫണ്ട് ഫ്ലോയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റലാണ് ഫണ്ട് ഫ്ലോ എന്നൊരു ടേം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസ്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫണ്ട് ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് നമുക്ക് ആ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്യാഷ്. സോ ദീസ് ആർ ദ ഫസ്റ്റ് ഡിഫറൻസ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിൽ ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യും, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിസിൽ ഫണ്ട് ഫ്ലോയും പ്രിപ്പയർ ചെയ്യും. ദ നെക്സ്റ്റ് ഈസ് ഇറ്റ് ഷോ ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ ക്യാഷ്. ക്യാഷ് ഫ്ലോയിൽ നമ്മൾ നോക്കുന്നത് ക്യാഷിൽ വരുന്ന ചേഞ്ചസ് എന്ത് പ്രോബ്ലം കൊണ്ടാണ്. ഇറ്റ് ഷോ ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ ക്യാഷ്. എന്ത് കോസ് കൊണ്ടാണ് നമ്മുടെ ക്യാഷിൽ ചേഞ്ച് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തായിരിക്കും? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചേഞ്ചസ് കൊണ്ടാണ് ചേഞ്ച് വന്നതെന്നുള്ളതാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കാം. ഇറ്റ് ഷോ ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്ന ചേഞ്ചസ് എന്തുകൊണ്ടാണെന്ന് നോക്കും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ. ഇൻ കേസ് ഓഫ് ക്യാഷ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ക്യാഷിൽ എന്തുകൊണ്ടാണ് ചേഞ്ചസ് വന്നതെന്നുള്ളതാണ് ചെക്ക് ചെയ്യും. ദ തേർഡ് ഡിഫറൻസ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അനാലിസിസ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മെയിൻലി ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് അസറ്റ് ആണ്, ഷോർട്ട് ടൈം ഫണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അനാലിസിസ്. ഇൻ കേസ് ഓഫ് ഫണ്ട് ഫ്ലോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ ലോങ് ടൈം ഫിനാൻഷ്യൽ അനാലിസിസ്. ഫണ്ട് ഫ്ലോയിൽ നമ്മൾ മെയിൻലി എന്താണ് നോക്കുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഓർ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ലോങ് ടൈം ഫിനാൻഷ്യൽ അനാലിസിസ്. ദ നെക്സ്റ്റ് ഈസ് ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഓൺലി പ്രിപ്പയർഡ് ഇൻ വൺ സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് മീൻസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇൻ കേസ് ഓഫ് ഫണ്ട് ഫ്ലോയിൽ നമ്മൾ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ്? നമ്മൾ 4 സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിരുന്നത്. നമ്മൾ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പറഞ്ഞു ഫണ്ട് ഫ്ലോയ്ക്ക് 4 പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ 4 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. തേർഡ് സ്റ്റേജിൽ നമ്മൾ അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത്, അല്ലേ? അപ്പം അതാണ് പറയുന്നത് മെയിനായിട്ട് 4 സ്റ്റേജസിൽ കൂടിയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇൻ കേസ് ഓഫ് ക്യാഷ് ഫ്ലോയിലാണെന്നുണ്ടെങ്കിലോ ഓൺലി വി ക്യാൻ പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ക്യാഷ് ഫ്ലോയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഫണ്ട് ഫ്ലോയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലും അതേപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഈ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. The next difference is only cash receipt and disbursement of cash are recorded. ഇതിനകത്ത് നമ്മൾ ക്യാഷ് റിസീപ്റ്റും അതേപോലെ തന്നെ ഡിസംബേഴ്സ്മെൻറ്റ് ഓഫ് ക്യാഷും മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുള്ളൂ. ഇൻ കേസ് ഓഫ് ഫണ്ട് ഫ്ലോയിലാണെന്നുണ്ടെങ്കിലോ നെറ്റ് എഫക്റ്റ് എന്താണോ അതിൻ്റെ നെറ്റ് എഫക്റ്റ് വരുന്നത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഫണ്ട് ഫ്ലോയിൽ ഇൻക്ലൂഡ് ചെയ്യും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇൻ കേസ് ഓഫ് ക്യാഷ് ഫ്ലോ ദ ക്യാഷ് റെസിപ്റ്റ് ഓർ ഡിസംബേഴ്സ്മെൻറ്റ് ഓഫ് ക്യാഷ് ആർ ടു ബി റെക്കോർഡഡ്. ഇൻ കേസ് ഓഫ് ഫണ്ട് ഫ്ലോ there is only consider net effect. Next point is opening and closing balances of the cash are shown. In case of cash flow prepare ചെയ്യുമ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ് എന്ത് ചെയ്യും? അതിൻ്റെ അത് ഷോ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഷോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഓൺലി. നമ്മൾ അതിൻ്റെ അകത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഷോ ചെയ്തിട്ടുണ്ടായിരിക്കുക. നമ്മൾ പറഞ്ഞു ഫണ്ട് ഫ്ലോ മെയിൻലി ഫോർ വർക്കിംഗ് ക്യാപിറ്റലിനാണ്. സോ അതുകൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ചസ് മാത്രമേ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. The next difference is it is prepared on cash concept of accounting.
ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷ് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ അക്രൂവൽ കൺസെപ്റ്റ്. ഇതിനകത്ത് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ അക്രൂവൽ കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടാണ് ഫണ്ട് ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഈസ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്. നമുക്കൊരു ഫിനാൻഷ്യൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ അനാലിസിസ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ അനാലിസിസ്. In case of fund flow, there is less important. Compared to cash flow statement, it is less important for financial analysis. Cash flow statement വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഫിനാൻഷ്യൽ അനാലിസിസിന് ലെസ് ഇമ്പോർട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. So today we discussed about what is cash flow and their objectives and difference between cash flow statement and fund flow statement. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കേട്ടതിന് ശേഷം ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ഡെഫിനേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയാണ് നിങ്ങൾ ഇന്ന് ആൻസർ ചെയ്ത് വെക്കേണ്ടത്. ബാക്കി നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.